ഷെഖീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് ഓഫിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഫെബ്രുവരി 14 ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആദ്യ ശബ്ദ സന്ദേശം പുറത്ത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സ്ഥായിയായി തുടരുകയാണെന്നും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ആവർത്തിച്ചിട്ടില്ലെന്നും വ്യാഴാഴ്ച വൈകുന്നേരം വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. വിശ്രമത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിച്ച പാപ്പ ഉച്ചഭക്ഷണത്തിന് മുമ്പ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. ഫെബ്രുവരി 14 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആദ്യ ശബ്ദ സന്ദേശം പുറത്ത്. മാർച്ച് 6 വ്യാഴാഴ്ച സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ഹ്രസ്വവും എന്നാൽ വികാരഭരിതവുമായ ആശുപത്രിയിൽ നിന്നുള്ള പാപ്പയുടെ ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നിരിക്കുന്നത്. ക്ഷീണിത സ്വരത്തിൽ സ്പാനിഷ് ഭാഷയിൽ പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ ആരോഗ്യത്തിനായുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. ഇവിടെയാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യക നിങ്ങളെ സംരക്ഷിക്കട്ടെ. നന്ദി. ഫെബ്രുവരി 12 പ്രതിവാര പൊതുസദസ്സിനു ശേഷം 3 ആഴ്ചയ്ക്ക് ശേഷമാണ് പാപ്പയുടെ ശബ്ദം വിശ്വാസികൾ പരസ്യമായി കേൾക്കുന്നത്. ഫെബ്രുവരി 14 ശ്വാസകോശ പ്രതിസന്ധിയെ തുടർന്ന് പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വത്തിക്കാനിൽ വിഭൂതി ബുധനിലെ തിരുക്കർമ്മങ്ങൾ റോമിലെ സെയിന്റ് സബീന ബസിലിക്കയിൽ വെച്ച് നടത്തപ്പെട്ടു. ഫ്രാൻസിസ് പാപ്പയുടെ അസാന്നിധ്യത്തിൽ അപ്പസ്തോലിക് പെനിറ്റൻഷ്യറിയിലെ കർദിനാൾ ആഞ്ചലോ ഡി ഡൊനാറ്റിസ് തിരുക്കർമ്മങ്ങളിൽ മുഖ്യകാർമ്മികനായി. റോമിലെ സെന്റ് സബീന ബസിലിക്കയിലാണ് വത്തിക്കാനിലെ വിഭൂതി തിരുനാൾ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. ഫ്രാൻസിസ് പാപ്പയുടെ അസാന്നിധ്യത്തിൽ അപ്പസ്തോലിക് പെനിറ്റൻഷ്യറിയിലെ കർദിനാൾ ആഞ്ചലോ ഡി ഡൊനാറ്റസ് തിരുക്കർമ്മങ്ങളിൽ മുഖ്യകാർമ്മികനായി. തിരുക്കർമ്മങ്ങൾക്ക് മധ്യേ ഫ്രാൻസിസ് പാപ്പയുടെ വചന സന്ദേശം കർദിനാൾ ആഞ്ചലോ ഡി ഡൊനാറ്റസ് വായിച്ചു. നോമ്പുകാലം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ട സമയമാണെന്ന ആഹ്വാനമാണ് ഫ്രാൻസിസ് പാപ്പ നൽകിയത്. പൊടിയിൽ നിന്ന് വന്ന നാം പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന വിചാരം നമ്മിൽ എന്നുമുണ്ടാകണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ചാരം ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യന്റെ ക്ഷണികതയാണ്. ക്ഷണികത പലതരത്തിൽ മനുഷ്യനിൽ നിഴലിക്കുന്നുണ്ട്. അത് ബലക്ഷയം, ബലഹീനത, ഭയം, സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ, രോഗങ്ങൾ, ദാരിദ്ര്യം എന്നിങ്ങനെ എന്തുമാകാമെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ചാരം പൂശുമ്പോൾ നമ്മൾ ആരെന്ന സത്യം നമ്മൾക്ക് തന്നെ വെളിപ്പെടുകയാണ്. അത്തരമൊരു തിരിച്ചറിവ് മനുഷ്യന് ആവശ്യമാണ്. കൂടുതൽ വിനയമുള്ളവരാകുവാനും മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കാനും അത് സഹായിക്കുമെന്ന് പാപ്പ സന്ദേശത്തിൽ വിലയിരുത്തി. എന്നാൽ ചാരം മനുഷ്യന്റെ ക്ഷണികത വെളിവാക്കുമ്പോഴും യേശുവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന പ്രത്യാശ കൂടി അത് പ്രദാനം ചെയ്യുന്നുണ്ടെന്നും പാപ്പ പറഞ്ഞു. യേശു മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തത് എന്നും മനുഷ്യന് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഹൃദയങ്ങൾ കർത്താവിലേക്ക് തിരിക്കുവിൻ എന്ന ആഹ്വാനത്തോടെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം അവസാനിക്കുന്നത്. പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത് പരിശുദ്ധ പിതാവ് ആശുപത്രിവാസത്തിന് മുമ്പായി തയ്യാറാക്കിയ മാർച്ച് മാസത്തെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ വീഡിയോയിലൂടെയാണ് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പാപ്പ സബാതനയരെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാം എല്ലാവരും മനോഹരവും പരിപൂർണവുമായ ഒരു കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുവെങ്കിലും പൂർണ്ണതയുടെ കുടുംബങ്ങൾ നിലവിലില്ലെന്നും ഓരോ കുടുംബത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വലിയ സന്തോഷങ്ങളുമുണ്ടെന്ന് മാർപ്പാപ്പ. ശ്വാസകോശത്തിന് ന്യൂമോണിയ പിടിപെട്ട് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ ആശുപത്രിവാസത്തിന് മുൻപായി തയ്യാറാക്കിയ മാർച്ച് മാസത്തെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ വീഡിയോയിലൂടെയാണ് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ സബാതനയരെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഓരോ വ്യക്തിക്കും മൂല്യമുണ്ടെന്നും കാരണം ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്നും ഓരോ വ്യക്തിക്കും ദ്വിതീയതയുണ്ടെന്നും വിശദീകരിക്കുന്ന പാപ്പ, എന്നാൽ ഈ വ്യത്യാസങ്ങൾ സംഘർഷങ്ങൾക്കും വേദനാജനകമായ മുറിവുകൾക്കും കാരണമായേക്കാമെന്നും വ്യക്തമാക്കുന്നു. മുറിവേറ്റ ഒരു കുടുംബത്തിൻ്റെ വേദന മാറ്റാനുള്ള ഏറ്റവും നല്ല ഔഷധം ക്ഷമയാണെന്നും ക്ഷമിക്കുക എന്നതിനർത്ഥം മറ്റൊരു അവസരം നൽകുക എന്നാണെന്നും ദൈവം നമ്മോടെപ്പോഴും അത് ചെയ്യുന്നുണ്ടെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമ അനന്തമാണെന്നും അവിടുന്ന് നമ്മോട് പൊറുക്കുകയും പുതിയ ഒരു തുടക്കത്തിന് നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുവെന്ന്, ക്ഷമ എപ്പോഴും കുടുംബത്തെ നവീകരിക്കുകയും പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറയുന്നു. തങ്ങളുടെ വ്യത്യാസങ്ങളിൽ പരസ്പര സമ്പന്നത വീണ്ടും കണ്ടെത്തിക്കൊണ്ട് ക്ഷമയിലൂടെ മുറിവുകൾക്ക് ശമനം നേടാൻ പിളർക്കപ്പെട്ട കുടുംബങ്ങൾക്ക് സാധിക്കുന്നതിനായി പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ടാണ് പാപ്പ തൻ്റെ പ്രാർത്ഥനാ നിയോഗം അവസാനിപ്പിക്കുന്നത്.
പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്ന ഓരോ ആഴ്ചയിലും താൻ കുമ്പസാരിച്ചിരുന്നു എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും ഓരോ വേദിയിലും കൂടുതൽ ദൃഢമായി പ്രഘോഷിക്കുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. വാഷിംഗ്ടൺ DC നടന്ന നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റിലെ വൈസ് പ്രസിഡന്റ് വാക്കുകൾ വിശ്വാസി സമൂഹത്തിനിടയിൽ തരംഗമാവുകയാണ്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനു ശേഷം ആഴ്ചതോറും ഇടവിട്ട് താൻ അനുരഞ്ജന കൂദാശ സ്വീകരിച്ചിരുന്നുവെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാഷിംഗ്ടൺ DCയിലെ നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റിലെ വാക്കുകൾ നോമ്പുകാലത്തിൽ പ്രത്യേകം ചർച്ചയാകുകയാണ്. വിശ്വാസത്തിന്റെ കാതലായ കൂദാശ അനുരഞ്ജനത്തിലൂടെ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു, അപൂർണതകളുള്ളപ്പോഴും ദൈവത്തിന്റെ കരുണ ചൊരിയപ്പെടുന്നതായി താൻ വിശ്വസിക്കുന്നുവെന്നും വാൻസ് കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടൺ DCയിൽ നടന്ന നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റിലെ വൈസ് പ്രസിഡന്റിന്റെ വാക്കുകൾ വിശ്വാസി സമൂഹത്തിനിടയിൽ തരംഗമാകുകയാണ്. തന്റെ കത്തോലിക്ക വിശ്വാസത്തെ എല്ലാ അവസരങ്ങളിലും ഉറക്കെ പ്രഘോഷിക്കുന്ന വാൻസ് ഈ വേദിയിലും കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ തന്റെ നേട്ടങ്ങളെക്കുറിച്ചും കുമ്പസാരം എന്ന കൂദാശയ്ക്ക് ജീവിതത്തിൽ നൽകുന്ന പ്രത്യേക സ്ഥാനത്തെക്കുറിച്ചും പങ്കുവച്ചു. പലവിധ തിരക്കുകൾ കാരണം അല്ലെങ്കിൽ കുട്ടികളുടെ രോഗാവസ്ഥകൾ കാരണം ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടായാൽ താൻ കുമ്പസാരിച്ച ശേഷമാണ് അടുത്ത വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക എന്ന് കൗതുകമുണർത്തുന്ന സ്വരത്തിൽ വാൻസ് പറഞ്ഞു. ഇത് തന്റെ ജീവിതത്തിൽ ഒരു ചിട്ടയായ ജീവിതക്രമം രൂപപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിയ അനുഭവം അദ്ദേഹം സദസ്സുമായി പങ്കുവച്ചു. പരിശുദ്ധ കുർബാന മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ താൻ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നു. ഇത് എത്ര തിരക്കേറിയ സാഹചര്യത്തിലും പരിശുദ്ധ കുർബാന മുടക്കാൻ സാധിക്കാത്ത വിധം തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെന്ന് വാൻസ് പങ്കുവച്ചു. ക്രൈസ്തവ വിശ്വാസം ജീവിതത്തെ ചിട്ടയായി ക്രമപ്പെടുത്തുന്നുവെന്നും അപൂർണതകൾ സംഭവിച്ചാലും ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുമെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പങ്കുവച്ച തന്റെ ജീവിതാനുഭവം വലിയ വിശ്വാസ സാക്ഷ്യമാണ് നൽകുന്നത്. മിസിസാഗ സീറോ മലബാർ കത്തോലിക്ക രൂപത കാനഡയിൽ സ്ഥാപിതമായതിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഗംഭീരമായ സാംസ്കാരിക ആഘോഷ പരിപാടിയായ സർഗസന്ധ്യ 2025 മുൻ വർഷങ്ങളെക്കാൾ വിപുലമായ രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നതായി രൂപത അറിയിച്ചു. വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും സർഗാത്മകതയുടെയും ആഘോഷമായി സർഗസന്ധ്യ 2025 മാറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 13, 2025 ഡിവൈൻ അക്കാദമിയുടെ ബാനറിൽ ഓഷോവയിലെ വിറ്റ്ബിയിലുള്ള കാനഡ ഇവന്റ് സെന്ററിൽ വെച്ച് നടക്കപ്പെടുന്ന സർഗസന്ധ്യ 2025 കാര്യപരിപാടികളെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നതിനായി വിളിച്ചു ചേർക്കപ്പെട്ട പ്രസ് മീറ്റ് ഫെബ്രുവരി 28, 2025 സെയിന്റ് അൽഫോൺസ സീറോ മലബാർ കത്തീഡ്രലിലെ കണ്ണമ്പുഴ ഹാളിൽ വെച്ച് വൈകിട്ട് 6:30 നടത്തപ്പെട്ടു. സർഗസന്ധ്യ 2025 പ്രധാന പരിപാടികളായി 200-ലധികം പ്രാദേശിക കലാകാരന്മാരെ വേദിയിൽ അവതരിപ്പിക്കുന്ന നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാള ബൈബിൾ സംഗീത നാടകം ദ എറ്റേണിറ്റി, പ്രതിഭാശാലികളായ യുവാക്കൾ അവതരിപ്പിക്കുന്ന ബ്രോഡി ശൈലിയിലുള്ള ഇംഗ്ലീഷ് സംഗീതം റിഡംഷൻ എന്നിവയും പരിചയപ്പെടുത്തി. സർഗസന്ധ്യ 2025 ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി മിസ്സാഗ രൂപതാധ്യക്ഷൻ മാർ ജോസ് കല്ലുവീലിൽ വിശദീകരിച്ചു. Celebrating our unity. Third one, celebrating our talents. നമ്മുടെ വിശ്വാസവും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സർഗവാസനകളും സെലിബ്രേറ്റ് ആഘോഷിക്കുകയാണ്. അതാണ് സർഗസന്ധ്യ 2025. ഈ സെലിബ്രേഷന് 3 പ്രധാനമായും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. വൈ ഡു വി കണ്ടക്ട് ദിസ് പ്രോഗ്രാം എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഇപ്പോൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ: സെലിബ്രേറ്റിംഗ് അവർ ഫെയ്ത്ത്, സെലിബ്രേറ്റിംഗ് അവർ യൂണിറ്റി ആൻഡ് സെലിബ്രേറ്റിംഗ് അവർ ടാലൻസ്. കറസ്പോണ്ടിങ് ടു ദീസ് 3, തോമസ് പ്ലീസ് കം. Corresponding these 3, we have 3 objectives. First one, propagation of our Eucharistic spirituality. As you know, we are celebrating the 10th year of our party. രൂപതയുടെ 10ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനമായ വിശുദ്ധ കുർബാനയുടെ ആത്മീയത പ്രചരിപ്പിക്കുക ഈ കൾച്ചറൽ പ്രോഗ്രാമിലൂടെ. Celebrating our faith and propagating it, this core faith of our Eucharistic spirituality. Second one, നമ്മൾ പറഞ്ഞത് യൂണിറ്റിയാണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, സർഗസന്ധ്യ 2015 and 2017 നടത്തിയത് ഇറ്റ് വാസ് എ മെഗാ ഇവന്റ്. ഇറ്റ് സക്സസ്ഫുൾ ഇവന്റ്. നിങ്ങൾക്ക് അതിന്റെ സാക്ഷികളാണ്. പക്ഷെ അന്നത്തേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് നമ്മൾ ജനസംഖ്യ ആൾക്കാർ കൂടി.
അങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുക, സെലിബ്രേറ്റിംഗ് അവർ യൂണിറ്റി. വി ആർ വൺ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഗിഫ്റ്റഡ് വിത്ത് very many talents. Third one, through this unified efforts, we are empowering our eparchy for its pastoral works. മിസിസാഗ സെയിന്റ് അൽഫോൺസ സീറോ മലബാർ കത്തീഡ്രൽ വികാരിയും സർഗസന്ധ്യ 2025 ലീഡ് ചെയർ അഗസ്റ്റിൻ കല്ലും കത്തറയിൽ പ്രാർത്ഥനയോടെ പത്രസമ്മേളനത്തിന് തുടക്കം കുറിച്ചു. മിസിസാഗ രൂപതാധ്യക്ഷന്മാർ ജോസ് കല്ലവേലിൽ സ്വാഗത പ്രസംഗം നടത്തി. ജനറൽ കൺവീനർ ജോളി ജോസഫ്, ക്രിയേറ്റീവ് ഹെഡ് ഓഫ് ദ എറ്റേണിറ്റി തോമസ് വർഗീസ്, ക്രിയേറ്റീവ് ഹെഡ് ഓഫ് ദ റിഡംഷൻ ജിമ്മി വർഗീസ്, ആഞ്ചല ജെയിംസ് എന്നിവർ സംസാരിച്ചു. സീറോ മലബാർ സഭയുടെ തനതായ വ്യക്തിത്വത്തെ പ്രദർശിപ്പിക്കുക, മിസിസാഗ സീറോ മലബാർ രൂപത രൂപീകരണത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ദിവ്യകാരണ ആത്മീയത പ്രചരിപ്പിക്കുക, പ്രാദേശിക പ്രതിഭകൾക്ക് അവസരം കൊടുക്കുക, രൂപതയുടെ അജപാലന ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുക എന്നിവ സർഗസന്ധ്യ 2025 പ്രധാന ഉദ്ദേശങ്ങളായി സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഹെഡ് വിൻസെന്റ് പാപ്പച്ചൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തി. ടെക്സസ് ഒക്ലഹോമ റീജിയനിലെ 10ഓളം സീറോ മലബാർ ഇടവകകൾ ഒരുമിച്ച് ചേരുന്ന ഇന്റർ പാരിഷ് ടാലന്റ് ഫെസ്റ്റ് ഓഗസ്റ്റ് 1, 2, 3 ദിവസങ്ങളിലായി ഹ്യൂസ്റ്റണിലെ സെയിന്റ് മേരീസ് സീറോ മലബാർ ചർച്ച് പെയർലൻഡിൽ വെച്ച് നടക്കുന്നു. ഏകദേശം 5000ഓളം അംഗങ്ങളിൽ നിന്നായി 1000ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവത്തെക്കുറിച്ച് ഷിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട് തൻ്റെ ആശംസകളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നു. ഷെക്കിന ന്യൂസിൻ്റെ പ്രിയ പ്രേക്ഷകരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒത്തിരിയേറെ സന്തോഷത്തോടെ ടെക്സസിൽ നിന്ന് ഷിക്കാഗോ രൂപതയുടെ ഇടയനായ ജോയി ആലപ്പാട്ട് പിതാവിനോടൊപ്പം ചേരുകയാണ്. ടെക്സസ് ഒക്ലഹോമ റീജിയനിലെ 10ഓളം ഇടവകകൾ ഒരുമിക്കുന്ന IPTF ഇന്റർ പാരിഷ് ടാലൻറ്റ് ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ്. അതിനെ ചുക്കാൻ പിടിക്കുന്നത് ഓഗസ്റ്റ് 1, 2, 3, 2025 ദിനങ്ങളിൽ അഭിനന്ദ പിതാവ് അത് ഉദ്ഘാടനം ചെയ്യുന്നു. IPTF എന്ന് പറയുമ്പോൾ 10ഓളം ഇടവകളിലെ 5000ഓളം മെമ്പേഴ്സും 1000ഓളം വരുന്ന പാർട്ടിസിപ്പൻസും പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ ഈ അമേരിക്ക മുഴുവൻ കാതോർത്തിരിക്കുന്ന ദിനങ്ങളാണ്. തീർച്ചയായിട്ടും അത് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ആത്മീയ ഗുരുവായ അഭിനന്ദ പിതാവ് ഈ IPTFനെ എങ്ങനെയാണ് പിതാവ് അതിനെ കാണുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ഏറ്റവും ശക്തമായ ഇടവകകളാണ് ടെക്സസ്, ഓക്ലഹോമ സംസ്ഥാനങ്ങളിലുള്ള 10 ഇടവകകൾ. ഈ ഇടവകകളുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന ഒരു മഹോത്സവമാണ് IPTF എന്നുള്ളത്, ഇന്റർ പാരിഷ് ടാലൻറ്റ് ഫെസ്റ്റിവൽ. വിവിധങ്ങളായ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെ വളർത്തുന്നതിനും അതിന് വേണ്ടതായ അംഗീകാരം നൽകുന്നതിനുമുള്ള ഒരു നല്ല അവസരമാണ് ഈ ഓഗസ്റ്റ് 1, 2, 3, 2025 ഇവിടെ ഹ്യൂസ്റ്റൺ കേന്ദ്രമായി പ്രവർത്തിക്കാൻ പോകുന്ന ഈ സംരംഭം. ഇതിനുവേണ്ടി നാളുകളായി വേണ്ടത്ര ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രൂപതയ്ക്ക് അതിൽ വളരെയധികം അഭിമാനമുണ്ട്. എല്ലാവിധ പിന്തുണയും ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവരുടെ ഈ വലിയ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ധാരാളമായ കൂട്ടായ്മകളിലൂടെ ഈ സംരംഭം വളരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ബിഷപ്പ് ജോയ് ആലപ്പാട്ട്. ഒത്തിരിയേറെ സന്തോഷമുണ്ട് പിതാവെ. തീർച്ചയായിട്ടും അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികൾ മലയാളം ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡിഫറൻറ്റ് കലാപരിപാടികൾ വ്യത്യസ്തമായ രീതിയിൽ അവർ അവതരിപ്പിക്കാനായിട്ട് ഒരു മത്സരവേദിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആത്മീയതയുടെ ഒരുക്കം കൂടെയുണ്ട്. കുർബാനയുണ്ട്, ആരാധനയുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ഈ അടുത്ത തലമുറയിൽ കാണുന്ന ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ട്. രൂപതയുടെ ഇടയൻ എന്ന നിലയ്ക്ക് എന്താണ് അമേരിക്കയിൽ ജനിച്ചു വളരുന്ന ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഒരു ഭാവി സ്വപ്നം എന്താണ്? അച്ഛൻ ചോദിച്ചതുപോലെ നമ്മളുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാണ് നമ്മുടെ യുവജനങ്ങളെ സഭയുമായിട്ട് കൂടുതൽ അടുത്ത് നിർത്തുന്നതിനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഭയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ശക്തമായ ഒരു മുന്നേറ്റമാണ്, ഒരു സംരംഭമാണ് ഈ IPTF സംരംഭം. ഇതിന് വർഷങ്ങളായിട്ട് ഇതിവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാ വർഷവും ഇടവിട്ടുള്ള വർഷങ്ങളിൽ IPTFും IPSFും സ്പോർട്സ് ആക്ടിവിറ്റീസും ടാലൻറ്റ് ഫെസ്റ്റിവലും വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട്.
വളരെയധികം സാമ്പത്തിക ബാധ്യതയൊക്കെ വരുന്ന ഈ കാര്യത്തിൽ അവർ വളരെ സന്മനസ്സോടെ സംഭാവനകൾ പിരിച്ചും വളരെയധികം സ്പോൺസേഴ്സിനെ കണ്ടെത്തിയുമൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും IPTF 2025 ഓഗസ്റ്റ് 1, 2, 3 തീയതികളിൽ ടെക്സസിൽ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിൻ സ്പോൺസറായ സിജോ വടക്കൻ, ട്രിനിറ്റി ഗ്രൂപ്പിൻ്റെ CEO ഫൗണ്ടർ സിജോ വടക്കനെയും ഈ നിമിഷം ഓർക്കുന്നു. സിജോ വടക്കൻ നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും രൂപതയുടെ പേരിൽ, പിതാവിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. US ക്യാപിറ്റൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിൻ്റെ കുഞ്ഞു രൂപങ്ങൾ കൗതുകമുണർത്തുന്ന കാഴ്ചയാകുന്നു. എല്ലാവരിലും യേശു വേണമെന്ന ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ടിക്ടോക്ക് ട്രെൻഡിങ്ങിനെ തുടർന്നാണ് ഇത്തരമൊരു വിസ്മയത്തിന് US ക്യാപിറ്റൽ വേദിയായത്. അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രമായ US ക്യാപിറ്റലിന്റെ വിവിധ സ്ഥലങ്ങളിൽ യേശുവിന്റെ കുഞ്ഞു രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച കൗതുകമുണർത്തുന്നു. അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ടിക്ടോക്ക് ട്രെൻഡിനെ തുടർന്നാണ് ഇത്തരമൊരു വിസ്മയത്തിന് US ക്യാപിറ്റൽ വേദിയായത് വാർത്തയായത്. ഹൗസ് പ്രസ് ഗാലറിക്ക് സമീപം സ്പീക്കറുടെ ഓഫീസിന് പുറത്ത് ചാറ്റുറ്ററി ഹാളിൽ കാനൽ ഹൗസിലെ നിയമനിർമ്മാതാക്കളുടെ ഓഫീസ് തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് യേശുവിന്റെ കുഞ്ഞു രൂപങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന യേശുവിന്റെ കുഞ്ഞു രൂപങ്ങൾ US ക്യാപിറ്റലിലെ ജീവനക്കാർ ടിക്ടോക്കിൽ പങ്കുവയ്ക്കുന്നത് ആഗോള ശ്രദ്ധ നേടുകയാണ്. എല്ലാവരിലും യേശു വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ട്രെൻഡ് നൽകുന്നതെന്ന് സാമൂഹിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നു. യേശുവിന്റെ കുഞ്ഞുരൂപങ്ങൾ ക്യാപിറ്റലിൽ സ്ഥാപിക്കുന്നവർ യേശുവിന്റെ സാന്നിധ്യം ക്യാപിറ്റലിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ ഉയരുന്നു. അവ അവിടെ സ്ഥാപിക്കുന്നത് യേശുവിന്റെ സാന്നിധ്യം ക്യാപിറ്റലിൽ നിലനിർത്താനുള്ള പലരുടെയും ദൃഢനിശ്ചയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുവിന്റെ കുഞ്ഞുരൂപങ്ങൾ സ്ഥാപിക്കുന്നത് ആരാണെന്നുള്ളത് നിഗൂഢമായി തുടരുമ്പോഴും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇവ നൽകുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി അമേരിക്കയിലെ സീറോ മലബാർ രൂപത. ഷിക്കാഗോയിലെ സെയിന്റ് തോമസ് സീറോ മലബാർ രൂപത സ്ഥാപിതമായിട്ട് 25 വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. 2025 മെയ് 23 മുതൽ 25 വരെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് ക്രമീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്ക് ജോലിക്കും പഠനത്തിനുമായി കുടിയേറിയ കേരളത്തിലെ സീറോ മലബാർ വിശ്വാസികളുടെ ആചപാലനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 പരിശുദ്ധ സിംഹാസനം ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് രൂപതയും വിശ്വാസി സമൂഹവും ഏറെ വളർന്നു. രൂപതയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് അമേരിക്കയിലെ സീറോ മലബാർ വിശ്വാസി സമൂഹം. 2025 മെയ് 23 മുതൽ 25 വരെയുള്ള തീയതികളിൽ ന്യൂജേഴ്സിയിലെ സോമർസെറ്റ് സെന്റ് തോമസ് സീറോ മലബാർ ഫൊറോന ദൈവാലയത്തിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് ക്രമീകരിച്ചിരിക്കുന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ചിക്കാഗോ രൂപത മെത്രാൻ മാർ ജോയി ആലപ്പാട്ട്, ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ആദ്യ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് എന്നിവർ സന്നിഹിതരായിരിക്കും. കൂടാതെ അനുഗ്രഹീത വചനപ്രഘോഷകനും ഇന്ത്യയിലെ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ കൂടിയായ ഫാദർ ഡാനിയൽ പൂവണത്തിൽ, പ്രശസ്ത പ്രഭാഷകരായ ഡോക്ടർ സ്കോട്ട് ഹാൻ, ഡോക്ടർ ലോറൻസ് ഫെയിൻഗോൾഡ്, അലക്സ് ഗോട്ടെ തുടങ്ങിയവരും പ്രസ്തുത ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, പ്രബോധനങ്ങൾ, ചർച്ചകൾ, വർക്ക്ഷോപ്പുകൾ, 1000-ലധികം വിശ്വാസികൾ പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷൻ തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുന്നതിനും ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കുന്നതിനും വേദിയൊരുക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് കത്തോലിക്ക വിശ്വാസത്തിന്റെ സത്തയും ഉറവിടവും ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. ഒപ്പം വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലും. അഭിവന്യ പിതാക്കന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കുമൊപ്പം ആയിരക്കണക്കിന് ആത്മായിരം പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിനെ കുറിച്ച് ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ട് വിശദീകരിച്ചു. ചിക്കാഗോ കേന്ദ്രമായി 2001 ആരംഭിച്ച സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ 25ാം വാർഷികത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ വാർഷിക നമ്മെ സംബന്ധിച്ച് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. വളരെ നാളത്തെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് അമേരിക്കയിൽ സീറോ മലബാർ സഭയ്ക്ക് ഒരു രൂപത സ്ഥാപിച്ച് കിട്ടിയത്. ഈ കഴിഞ്ഞ 25 വർഷക്കാലം നാം കടന്നു പോന്ന ആ വഴിത്താരയിൽ ദൈവം നമ്മോട് കൂടി ആയിരുന്നുകൊണ്ട്
ധാരാളം സമൃദ്ധമായ കൃപാവരങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി. ആ കൃപാവരങ്ങൾക്ക് നന്ദി പറയുന്നതിനായിട്ടാണ് നമ്മൾ മെയ് മാസം 23, 24, 25 ദിവസങ്ങളിൽ ന്യൂജേഴ്സിയിലുള്ള സെൻറ് തോമസ് സീറോ മലബാർ ഫൊറൈൻ ചർച്ച് സോമർസെറ്റ് പള്ളിയിൽ വെച്ച് ഒരു യൂക്കറിസ്റ്റിക് കോൺഗ്രസ് ആദ്യമായി നമ്മുടെ രൂപതയിൽ നമ്മൾ നടത്തുന്നത്. ഈ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനവധിയായ നന്മകൾക്ക് നന്ദി പറയുന്നതിനും ഇനിയും തുടർന്നുള്ള നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്ക് ആവശ്യമായ വിശ്വാസ വെളിച്ചം ധാരാളമായി സിദ്ധിക്കുന്നതിന് യാചിച്ചുകൊണ്ടും നമുക്ക് ഒരുമിക്കാം. നിങ്ങളെല്ലാവരെയും ഈ യൂക്കറിസ്റ്റിക് കോൺഗ്രസ്സിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വണക്കമാസത്തിൽ അമേരിക്കയിൽ യൗസേപ്പിതാവിൻ്റെ കൂറ്റൻ പതാക ഉയർത്തപ്പെട്ടതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. കെൻറ്റക്കിയിലെ വാൾട്ടണിലുള്ള ബവേറിയൻ ട്രക്കിംഗ് കമ്പനിയാണ് പതാക ഉയർത്തി മാധ്യമശ്രദ്ധ നേടിയിരിക്കുന്നത്. അമേരിക്കൻ പതാകയോട് ചേർന്ന് വിശുദ്ധ യൗസേപ്പിതാവിന്റെ കൂറ്റൻ പതാക ഉയർത്തപ്പെട്ടതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുകയാണ്. കെൻറ്റക്കിയിലെ വാൾട്ടണിലുള്ള ബവേറിയൻ ട്രക്കിംഗ് കമ്പനിയാണ് വിശുദ്ധ യൗസേപ്പിതാവിന്റെ വണക്കമാസത്തോടനുബന്ധിച്ച് വ്യത്യസ്തവും ആകർഷണീയവുമായ പതാക ഉയർത്തി വിശ്വാസ പാരമ്പര്യങ്ങളിലേക്ക് അമേരിക്കയെ നയിക്കാനുള്ള ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. തിരുസഭയുടെ സംരക്ഷകൻ, തിരുകുടുംബത്തിന്റെ പാലകൻ, വിവാഹിതരുടെയും കന്യാവ്രതക്കാരുടെയും മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന വിശേഷണങ്ങളിലെല്ലാം വണങ്ങപ്പെടുന്ന വിശുദ്ധ യൗസേപ്പിതാവിന്റെ ബഹുമാനാർത്ഥം ഉയർത്തപ്പെട്ടിരിക്കുന്ന പതാക സഭാ പാരമ്പര്യങ്ങളുടെയും രക്ഷാകര ചരിത്രത്തിന്റെയും കൂടി പ്രഘോഷണമായി മാറുകയാണ്. നീതിമാനും വിനയസമ്പന്നനും ഉത്തമ കുടുംബപാലകനും സ്വർഗത്തിന്റെ വിശ്വസ്തനുമായി ജീവിച്ച് വിശുദ്ധിയുടെ ഉന്നത പടവുകൾ കയറിയ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ജീവിത മാതൃക പിൻചൊല്ലാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് അമേരിക്കൻ പതാകയ്ക്കൊപ്പം പ്രൗഢഗംഭീരമായി അന്തരീക്ഷത്തിൽ വിഹരിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിന്റെ പതാക ലോകമൊട്ടാകെയുള്ള വിശ്വാസികളുടെ കയ്യടി നേടുകയാണ്. വാൾട്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 5 തലമുറകളായുള്ള ഒരു കുടുംബത്തിന്റെ ബിസിനസ്സാണ് ബവേറിയൻ ട്രക്കിംഗ്. ബിസിനസ്സിനൊപ്പം കത്തോലിക്ക വിശ്വാസത്തിന് സാക്ഷ്യം നൽകുകയും കർത്താവായ യേശുക്രിസ്തുവിനായി പോരാടുകയും ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബവേറിയൻ ട്രക്കിംഗ് കമ്പനി തങ്ങളുടെ വെബ്സൈറ്റിൽ വിവരിക്കുകയുണ്ടായി. തങ്ങളുടെ പ്രധാന ദൗത്യം സമൂഹത്തിലുടനീളം ക്രിസ്തു രാജാവിന്റെ ഭരണം കൊണ്ടുവരിക എന്നതാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഓരോ മാസത്തിനും യോജിച്ച രീതിയിലുള്ള കത്തോലിക്ക പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്ന പതാകകൾ അതാതു മാസത്തിൽ ഉയർത്തി തങ്ങളുടെ ബിസിനസ്സിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തെയും രാജ്യത്തെയും സേവിക്കുക എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന ബവേറിയൻ ട്രക്കിംഗ് കമ്പനിയുടെ സുവിശേഷ തീക്ഷ്ണത മാതൃകയാവുകയാണ്. നൈജീരിയയിലെ കഫൻചാൻ കത്തോലിക്ക രൂപതയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഫാദർ സിൽവസ്റ്റർ ഒക്കേച്ചുവിനെ വിഭൂതി ദിനത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായ നിസ്വാർത്ഥ ശുശ്രൂഷകനാണ് കൊല്ലപ്പെട്ട ഫാദർ സിൽവസ്റ്റർ എന്ന് രൂപതയുടെ ചാൻസലർ ഫാദർ ജേക്കബ് ഷാനറ്റ് പറഞ്ഞു. അകാലവും ക്രൂരവുമായ ഈ നഷ്ടം തങ്ങളുടെ ഹൃദയം തകർത്തതായും ഫാദർ ജേക്കബിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നൈജീരിയയിലെ കഫാൻചാനിൽ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയ വൈദികൻ കൊല്ലപ്പെട്ടു. വിഭൂതി ബുധനാഴ്ച പുലർച്ചെയാണ് ഫാദർ സിൽവസ്റ്റർ ഒക്കേച്ചു എന്ന വൈദികൻ കൊല്ലപ്പെട്ടതെന്ന് കഫാൻചാൻ രൂപതയുടെ ചാൻസലർ ഫാദർ ജേക്കബ് ഷാനറ്റ് അറിയിച്ചു. തലേ ദിവസം രാത്രി പള്ളിമുറിയിൽ നിന്ന് വൈദികനെ തട്ടിക്കൊണ്ടുപോയ അക്രമികൾ വിഭൂതി ബുധനാഴ്ച പുലർച്ചെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഫാദർ സിൽവസ്റ്റർ ഒക്കേച്ചുവിന്റെ ദാരുണമായ മരണം അഗാധമായ ദുഃഖത്തോടും ഹൃദയഭാരത്തോടും കൂടിയാണ് വിശ്വാസികളെ അറിയിക്കുന്നതെന്ന് ചാൻസലർ പ്രസ്താവനയിൽ പറഞ്ഞു. 2021 ഫെബ്രുവരി 11 വൈദികനായി അഭിഷിക്തനായ ഫാദർ ഒക്കേച്ചു തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന സമയത്ത് കടുണ സംസ്ഥാനത്തെ കൗര ലോക്കൽ വികാരിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. വൈദിക കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശ്യം അജ്ഞാതമാണ്. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ദൈവത്തിന്റെ സമർപ്പിത ദാസനായിരുന്നു ഫാദർ സിൽവസ്റ്റർ എന്നും വൈദികന്റെ അകാലവും ക്രൂരവുമായ നഷ്ടം ഹൃദയം തളർത്തുകയാണെന്നും രൂപത പ്രസ്താവിച്ചു. എല്ലായ്പ്പോഴും തന്റെ ഇടവകക്കാർക്ക് സമീപസ്ഥനായ വ്യക്തിയായിരുന്നു അദ്ദേഹം.
വൈദികന്റെ വിയോഗത്തിൽ കത്തോലിക്ക സമൂഹം ദുഃഖിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്കായി പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടിരിക്കാൻ രൂപത വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ഫാദർ സിൽവസ്റ്ററിന്റെ നിത്യശാന്തിക്കായി വിശുദ്ധകുർബാനകളും ജപമാലകളും പ്രാർത്ഥനകളും അർപ്പിക്കാൻ എല്ലാ വൈദികരോടും സന്യസ്തരോടും വിശ്വാസികളോടും രൂപത ആഹ്വാനം നൽകി. ആരും നിയമം കയ്യിലെടുക്കരുതെന്നും ശാന്തതയും പ്രാർത്ഥനയും നിലനിർത്താൻ ശ്രമിക്കണമെന്നും രൂപത അഭ്യർത്ഥിച്ചു. അതേസമയം നൈജീരിയയുടെ വിവിധ ഭാഗങ്ങളിലായി ഒരു സെമിനാരി വിദ്യാർത്ഥിയും 4 വൈദികരും ബന്ദികളുടെ തടങ്കലിൽ കഴിയുകയാണ്. ഷെക്കൈന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.